നമ്മളിന്ന് ഈ വീഡിയോ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന് തയ്യാറാക്കുന്നത്. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ, അപ്പോൾ ഈ ചൂടുകാലത്ത് നമ്മുടെ ബോഡിക്ക് പറ്റിയ ഒരു ഹെൽത്തി ജ്യൂസിനൊന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങയും അതുപോലെ തേങ്ങയും കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതുപോലെ നമുക്ക് വീട്ടിൽ ചൂടുകാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഷുഗർ, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുകയും ചെയ്യും. നമുക്ക് ബോഡി നല്ല കൂൾ കണ്ടീഷൻ ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു കുമ്പളങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് തയ്യാറാക്കാം. പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി ചെറിയത്, ഏലക്കായ ഒരു 7-8 എണ്ണം, നല്ല ജീരകം അതല്ലെങ്കിൽ ചെറിയ ജീരകം എന്ന് പറയും, അതൊരു സ്പൂൺ. കുമ്പളങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. അതുപോലെ നാളികേരം ചെരിവേത്, ചെറിയ ജീരകം, ഏലക്കായ, പഞ്ചസാര ഒരു 1/2 കപ്പോളം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. 1 കപ്പോളം വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് അരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ഫൈനായിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കാം. നമുക്കൊരു അരിപ്പെടുത്ത് അരിക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയും നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നാളികേരപ്പാലും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി, നാളികേരം കുമ്പളങ്ങയും കൂടി അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിന് കിട്ടും. അപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം. അല്ലാണ്ട് പുറത്തുനിന്ന് നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതല്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇതുപോലത്തെ ഹെൽത്തി ഡ്രിങ്ക്സ് തയ്യാറാക്കി ചൂടുകാലത്ത് നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് കണ്ടത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പിശട്. അപ്പം ഞാനതിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ അമർത്തി എൻ്റെ എല്ലാ ജ്യൂസും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. തണവ് വേണമെന്നുള്ളവർക്ക് ഒരു 2 കഷ്ണം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് അതിലേക്ക് ഒഴിക്കാം. അപ്പം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചെറിയൊരു തണവൊക്കെ ആയിട്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് ഈ ചൂട് കാലത്ത് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജ്യൂസുകളൊന്നും വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിന് ഈ ചൂടുകാലത്ത് ഏറ്റവും ബെസ്റ്റ് പ്രകൃതിദത്തമായ കുമ്പളങ്ങി നാളികേരം മാത്രമാണ് നമ്മൾ ഈ ജ്യൂസിന് വേണ്ടി ഉപയോഗിച്ചുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ശരീരമൊക്കെ നല്ല തണുക്കാനും ഒക്കെ വേണ്ടി വളരെ അധികം ഹെൽപ്പ് ചെയ്യണ ഒരു ജ്യൂസ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.